CPM പ്രവർത്തകർ വീട് കയറാൻ പോകുന്ന CPM പ്രവർത്തകരെ വീട് കയറിയ ശേഷം തിരിച്ച് CPM പാർട്ടിയിലേക്ക് എത്തുന്നില്ല എന്ന ഒരു പരിഹാസ സ്വരവും രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നുണ്ടായി. കൊട്ടാരക്കര MLA ആയിരുന്ന ഐഷ പോറ്റി, അതുപോലെ ദേവികുളം MLA ആയിരുന്ന S രാജേന്ദ്രൻ എന്നിവർ CPM വിട്ടതിനെക്കുറിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ പരാമർശം. നമ്മളിപ്പോൾ മറൈൻ ഡ്രൈവിൽ KPCC സംഘടിപ്പിച്ച മഹാപഞ്ചായത്തിൻ്റെ ആ പരിസരത്താണ് നമ്മളുള്ളത്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് തെരഞ്ഞെടുപ്പിലുണ്ടായ വലിയ വിജയം ആഘോഷിക്കാൻ വേണ്ടി KPCC തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവരും വിജയിച്ചവരും പരാജയപ്പെട്ടവരുമായ 15,000-ഓളം പാർട്ടി പ്രവർത്തകരെ വിളിച്ചു ചേർത്ത് നടത്തിയ മഹാസമ്മേളനത്തിൻ്റെ പരിസരത്താണ് നാം ഉള്ളത്. കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെല്ലാവരും ഈ യോഗത്തിൽ പങ്കെടുത്തു. ദേശീയ സെക്രട്ടറി KC വേണുഗോപാൽ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെ K മുരളീധരൻ, കേരളത്തിലെ ഒട്ടുമിക്ക പ്രതിപക്ഷ നേതാക്കളും ഈ മഹാപഞ്ചായത്തിൽ പങ്കെടുത്തു. ഈ യോഗത്തിൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹം രാഹുൽ ഗാന്ധി പ്രസംഗിച്ചത് പ്രധാനമായും BJPയെ ഉന്നം വെച്ചാണ്. സംസ്ഥാന സർക്കാരിനെ അദ്ദേഹം വളരെ കാര്യമായി ഒന്നും വിമർശിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ വിമർശനവും മുഴുവനുമായും BJP സർക്കാരിനെതിരെയായിരുന്നു. അവർ രാജ്യത്തെ സാംസ്കാരിക ശബ്ദങ്ങളെ നിശബ്ദമാക്കുന്നതിനും അവരെ വോട്ടുകൾ അട്ടിമറിക്കുന്നതിനും ഉള്ള ശ്രമങ്ങൾക്കെതിരെയാണ് അദ്ദേഹം കൂടുതലായി പ്രസംഗിച്ചത്. കേരളത്തിൽ മഹാവിജയം സമ്മാനിച്ച ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ വിജയികളെ അദ്ദേഹം അഭിനന്ദിച്ചു. രാഹുൽ ഗാന്ധി കേന്ദ്ര സർക്കാർ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി, അതായത് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റിയത് സംബന്ധിച്ച പദ്ധതിയുടെ അന്തസ്സത്ത ഇല്ലാതാക്കി, ആ കാര്യങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം കനത്ത വിമർശനമാണ് ഉന്നയിച്ചത്. പ്രധാനമന്ത്രി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയെ പാർലമെൻറ്റിൽ അപമാനിച്ചതായും തൊഴിലുറപ്പ് പദ്ധതി കോൺഗ്രസ് സർക്കാർ നിലവിൽ വന്നാൽ, അത് അധികാരത്തിൽ വന്നാൽ ഈ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പൂർവാധികം ശക്തമായി അദ്ദേഹം തിരിച്ചു കൊണ്ടുവരുമെന്നും അദ്ദേഹം പ്രവർത്തകർക്ക് ഉറപ്പ് നൽകി. കൂടാതെ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരോട് ഓരോ വീടുകളും കയറി രാജ്യത്ത് ഈ സംസ്ഥാനത്ത് കോൺഗ്രസിനെ അധികാരത്തിലെത്തിക്കുന്നതിന് വേണ്ടി വേണ്ട പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അതുപോലെ CPM പ്രവർത്തകർ വീട് കയറാൻ പോകുന്ന CPM പ്രവർത്തകരെ വീട് കയറിയ ശേഷം തിരിച്ച് CPM പാർട്ടിയിലേക്ക് എത്തുന്നില്ല എന്ന ഒരു പരിഹാസ സ്വരവും രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നുണ്ടായി. കൊട്ടാരക്കര MLA ആയിരുന്ന ഐഷ പോറ്റി, അതുപോലെ ദേവികുളം MLA ആയിരുന്ന S രാജേന്ദ്രൻ എന്നിവർ CPM വിട്ടതിനെക്കുറിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ പരാമർശം. ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ വീടുകൾ കയറുമ്പോൾ ഈ രാജ്യത്ത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും നടത്തുന്ന ജനവിരുദ്ധമായ പ്രവർത്തനങ്ങളെ തുറന്നു കാണിക്കണമെന്നും അദ്ദേഹം പ്രവർത്തകരോട് ആവശ്യപ്പെട്ടു.